ഹലോ ഗൈസ്, ഇന്ന് ഡിസംബർ 9-ാം തീയതിയാണ്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് ചെറിയ 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 സർപ്രൈസും കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ സദ്യ, കേക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കാറുണ്ട്. ഇതിപ്പം രാവിലെ എണീറ്റ് അമ്മ ക്ഷേത്രത്തിൽ പോയി. പിന്നെ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തു. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഓരോരോ സർപ്രൈസുകൾ അമ്മയ്ക്ക് കൊടുക്കാം. ഞാൻ ഒരു 2 ഗിഫ്റ്റും അതേപോലെ ഒരു കേക്ക്, 2 ഗിഫ്റ്റ്, ഒരു കേക്ക്, പിന്നെ സദ്യ, ഇത്രയും സംഭവമാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് എല്ലാ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് കേക്ക് കട്ടിങ്ങിൻ്റെ അതിനായിട്ട് നമുക്ക് കാണാം. പിന്നെ സർപ്രൈസ് ചെറിയ രീതിയിൽ ചെയ്യണമെന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ള പ്ലാൻ ചെയ്തിട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഇടാം. അമ്മ ഗിഫ്റ്റ് ഇവിടെ എവിടെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അമ്മ നോക്കി കണ്ടുപിടിക്കണം. ഏകദേശം എത്താറായി. നോക്കണം. കണ്ടുപിടിച്ചു. അങ്ങനെ അമ്മ കണ്ടുപിടിച്ചു. അതിന് തുറന്ന് നോക്കണം അമ്മ എന്താണ് ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടുപിടിക്കണം. ഇനി അടുത്ത ഗിഫ്റ്റ് കണ്ടുപിടിക്കണം അമ്മ. രണ്ടാമത്തെ ഗിഫ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയോ ഉണ്ട്. മുകളിലോ താഴെയോ എവിടെയെങ്കിലും കാണും. ഇത് അമ്മയ്ക്കുള്ള 3-ാമത്തെ ഗിഫ്റ്റാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. പൂജപ്പുരയിലുള്ള ക്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അതോ ഈ കാണുന്നതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇനി നമുക്കിതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണാൻ പോവാം. അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പ് നടന്ന് അകത്തോട്ട് കയറി. അങ്ങനെ വെയിറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർഡർ എടുക്കണം, കുറച്ച് ഓർഡർ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ വെയിറ്റ് ചെയ്യണം ആൾക്ക് വേണ്ടി. അങ്ങനെ ഓർഡർ എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ പറഞ്ഞു. ഇനി നമ്മളതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറേ സമയമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറച്ചധികം ലേറ്റായി. ഓരോ സാധനവും പ്രിപ്പയറായി വരാനുള്ള താമസം ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവസാനം ഫുഡ് ഐറ്റംസൊക്കെ നമ്മളെ ടേബിളിലോട്ട് ഓരോന്നോരോന്നായിട്ട് ആ ചേച്ചി കൊണ്ടുവയ്ക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിനി ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അങ്ങനെ ചേച്ചി ഓരോ ഫുഡ് ഐറ്റംസും ടേബിളിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേച്ചി വച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം.
അങ്ങനെ നമ്മൾ ലൈം ജ്യൂസ് കുടിച്ച അവിടുത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചു. ഹലോ ഗൈസ്, അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു. അങ്ങനെ ക്രേവിയിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ വീട്ടിലോട്ട് പോകുന്നു. ഇനി വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ വീടെത്തി. ഇനി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അതിനു മുമ്പ് ഒരു കാര്യം, ഇന്ന് രാത്രിത്തെ ഫുഡും ഒക്കെ വെളിയിലായിരുന്നു, അമ്മയുടെ ബർത്ത്ഡേ പ്രമാണിച്ച്. ഇനി അമ്മയ്ക്ക് സദ്യ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് കൊടുത്തു. ഞാൻ എൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തില്ല. അപ്പം ഇനിയിട്ട് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.